എങ്ങനെ വിലയിരുത്തുന്നു? ഒരു കുഴപ്പമില്ല, സന്തോഷമുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്, കുറച്ചൊക്കെ സങ്കടങ്ങളുണ്ട്. എന്ത് പറ്റി രമണ? ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ എന്നോട് കുറെ സ്നേഹവും കുറെ നന്ദിയും കടപ്പാടുമാണ്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. കുറച്ചൊക്കെ സങ്കടങ്ങളുണ്ട്. നിരാക്ഷ അക്കിയരോടൊക്കെ എനിക്ക് ക്ഷമ ചോദിക്കാനേ പറ്റുമല്ലോ, അതൊന്നും പറ്റില്ലല്ലോ. അവരതിന്റെ അകത്ത് 100 ദിവസം നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സീസണിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രഷർ മനസ്സിലാവും. അപ്പൊ ഇതെന്തുട്ടോ? ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത്. മാത്രമല്ല, ആരെയും മാക്സിമം ഒന്ന് അവരോട് ഇത്തിരി സ്നേഹത്തോടെയും പരിഗണനയോടെയും കൺസിഡറേഷനോടും സംസാരിക്കുക. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മനുഷ്യനല്ലേ പിള്ളേ, തെറ്റുകളൊക്കെ പറ്റൂലേ? അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാട്ടിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ആ പ്രഷറിൽ ഇപ്പൊ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കഴിഞ്ഞു. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. എനിക്ക് ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയാലും ഇഷ്ടമല്ലാത്തവരൊക്കെ കാണും ഞാൻ പറയുന്ന പല കാര്യങ്ങളും. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് നമ്മൾ സ്നേഹത്തോടെ കാണണം. കാരണം നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയാ കോംപ്ലിമെന്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ആ കാര്യത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് പ്ലീസ് ഗോ ഈസി ഓൺ ഹെർ ആൻഡ് എവരിബഡി എൽസ്. എന്താ ഷാജിയേട്ടാ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഞാൻ ആദ്യം വന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാവുന്നതാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. എനിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് കുറവേ ഉള്ളൂ. എന്റെ ഒരു സംസാരമൊക്കെ ആയിട്ട് കുറെ ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ചെന്നപ്പോഴും ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമാവും എന്നുള്ളത്. ഞാനിപ്പോ എന്താ പറഞ്ഞത്? പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർ തോന്നുന്ന കാര്യം പറയുന്നു, നമ്മൾ അത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഉത്തമ മനസ്സിലായി. എനിക്കറിയാം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കര അലമ്പാണെന്നുള്ളത്. ഓഹോ, അപ്പൊ നിനക്കൊരു പുത്തരിയല്ല. ഞാൻ എന്താ ചെയ്തെന്നുള്ളത് എനിക്കും അവളെന്താ ചെയ്തെന്നുള്ളത് ഇതിന്റെ അകത്തുള്ള ഓരോരുത്തരും എന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കാണ് അറിയുള്ളൂ. ഞാൻ അവളൊരു യാതൊരു ബന്ധവുമില്ല. ഓഹോ, ഒരുമാതിരി ചെറ്റത്തരം പറയുന്നു. എന്നാലും ഇത്രയും ഒരു ഇതുണ്ടാവും ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല. വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമോഷൻസ് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇമോഷൻസ് തോന്നിയിട്ടുണ്ട്. ഒരു കയ്യബദ്ധം, നാട്ടിക്കരുത്. പക്ഷെ എല്ലാരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെടുത്തിയവരോടും സന്തോഷിച്ചവരോടും. എനിക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്യും. എനിക്കത് ഗുണത്തെക്കാളേറെ എന്റെ ജീവിതത്തിന് അത് ബാധിക്കുക ചെയ്തത്. ഓട്ടടാ, സാരമില്ല. എനിക്ക് ജിൻഡോ കാക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് വന്നപ്പോ തൊട്ട് മനുഷ്യനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് അല്ല എന്റെ ജീവിതം. ബിഗ് ബോസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. ഇല്ലടാ, പാതി വെച്ച് ഫുൾ എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളാണ്. ഒഴിവ് സമയം കിട്ടാറില്ല. എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്നായിരുന്നു. ആ ലോകം ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് വിഷമമുണ്ടാവും.